ഇത് ആക്ച്വലി നമ്മളെ എക്സ്പീരിയൻസ് സെന്റർ ആണ്. നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ, മോണോലിത്തിക്കൽ സ്ട്രക്ചർ. നമ്മൾ നോർമലി കെട്ടുന്ന മൈവൺ, അപ്പോൾ അതിൽ സ്റ്റീൽ ഫ്രെയിംസിൽ അയൺ റോഡ്സ് വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ഫിൽ ചെയ്യുന്നത്. അത് സിംഗിൾ. ഇത് ആക്ച്വലി ഒരു 100 acres ടൗൺഷിപ്പാണ്. ആ കൊമേഴ്ഷ്യലിൽ നമുക്ക് ഇപ്പോൾ ഹോട്ടൽ ഒരു ഹോസ്പിറ്റൽ, പിന്നെ ഹൈ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാൾ, പിന്നെ ഒരു ടെക് പാർക്ക് വരുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയിലെ ലാർജസ്റ്റ് ക്ലബ് ഹൗസ് ആണ്. 7 acres 2.5 lakh square feet ക്ലബ് ഹൗസ്. നമ്മൾ മാക്സിമം 3500ഓളം ട്രീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. phase 1 phase 2 നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ സ്പേസ് ഒരു 6.5 acres ഓപ്പൺ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടവർ ടു ടവർ ഡിസ്റ്റൻസ്, അതായത് ഈ ഓപ്പോസിറ്റ് ടവറിലോട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 486 feet ആണ്. പിന്നെ ഒരു ഫ്ലോറിൽ നമുക്ക് 4 apartments വരുന്നുള്ളൂ. പിന്നെ 4 lifts വരുന്നുണ്ട്. അതിൽ കോമൺ വാൾസ് ഇല്ല. ക്ലബ് ഹൗസിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. 100 കാർ പാർക്കിംഗ് വരുന്നുണ്ട് ഈ ക്ലബ് ഹൗസിൽ തന്നെ. അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ. അപ്പൊ ഒരു ബിഗർ SUV നമുക്ക് ഈസി ആയിട്ട്, കാരണം ഇവിടെ നിന്നാണ് നമ്മളെ അപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വിസിറ്റബിൾ ഏരിയ എന്ന് പറയും. ഡോറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 feet ആണ് വരുന്നത്. വിഡ്ത്തും നല്ല വിഡ്ത്താണ്. ബട്ടർഫ്ലൈ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. 2 വിങ്ങില് ബെഡ്റൂംസ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ലോങ് ബാൽക്കണിയാണ്. വാക്ക് അറൗണ്ട് കൺസെപ്റ്റിലാണ് ഈ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. വാഷിംഗ് മെഷീനും ലോണ്ടറിക്കും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഹായ്, ഞാൻ ഷെമിൻ. ഇന്ന് നമ്മൾ ബാംഗ്ലൂര് നമ്പ്യാർ ബിൽഡേഴ്സ് ചെയ്യുന്ന ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് 25 എന്ന പ്രൊജക്റ്റിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ പ്രൊജക്ട് ടോട്ടലി വരുന്നത് 100 acres. ഇതിൽ 25 acre കൊമേഴ്ഷ്യൽ സ്പേസ് ആണ് വരുന്നത്. ഈ കൊമേഴ്ഷ്യൽ സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 star ഹോട്ടൽ, കൂടാതെ ഒരു ഹൈ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാള്, ഒരു ടെക് പാർക്ക്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ബാക്കിയുള്ള ഒരു 7 acres ക്ലബ് ഹൗസ് ആണ് വരുന്നത്. ബാക്കിയുള്ള സ്പേസ് റെസിഡൻഷ്യൽ ടവേഴ്സ് ആണ് വരുന്നത്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് 100 acres ആണ് വരുന്നത്. ഈ പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ AGM ആയിട്ടുള്ള മിസ്റ്റർ ഹാരിഷ് വരുന്നുണ്ട്. ഹായ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൊജക്ടിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഉപകാരമാവും. ഇത് ആക്ച്വലി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു 100 acres ടൗൺഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊമേഴ്ഷ്യൽ സ്പേസിലാണ്. ഒരു 25 acres വരുന്നത് കൊമേഴ്ഷ്യലാണ്. ആ കൊമേഴ്ഷ്യലിൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഒരു 5 star ഹോസ്പിറ്റൽ, അല്ലെ 5 star ഹോട്ടൽ ഒരു ഹോസ്പിറ്റൽ, പിന്നെ ഹൈ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാൾ, പിന്നെ ഒരു ടെക് പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് 25 acres കംപ്ലീറ്റ്ലി ഫോർ കൊമേഴ്ഷ്യൽ. പിന്നെ അവിടുന്ന് നമ്മളെ റെസിഡൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇൻഡസ്ട്രിയിലെ ലാർജസ്റ്റ് ക്ലബ് ഹൗസ് ആണ്. 7 acres 2.5 lakh square feet ക്ലബ് ഹൗസ്. 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് ക്ലബ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം 3500ഓളം ട്രീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ 60% മദർ എർത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മദർ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി കൺസ്ട്രക്ഷൻ ഏരിയയിൽ മാത്രമാണ് പോഡിയം ഇത് വരുന്നുള്ളൂ. അതല്ലാത്ത ഏരിയയിൽ നമ്മൾ മദർ എർത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അതിലാണ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മളിത് phase 1 phase 2 മിനിയേച്ചർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ phase 1 വരുന്നത്. phase 1 നമുക്ക് 6 towers ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 760 അപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇതിന്റെ കംപ്ലീഷൻ എന്താണ്? ഇതിന്റെ കംപ്ലീഷൻ വരുന്നത് ആസ് പെർ ഡേറ്റ് വരുന്നത് 29 ഡിസംബറിലാണ്. പക്ഷെ ഇത് നമുക്ക് നമ്മളെ കൺസ്ട്രക്ഷൻ പ്ലാനിങ് അനുസരിച്ച് നമുക്ക് ഇതൊരു 29 ബിഗിനിങ് ഒക്കെ ആകുമ്പോൾ റെഡി ആവും. അപ്പോൾ ഇതിലിപ്പോ നമുക്ക് ഓൾമോസ്റ്റ് 90% സോൾഡ് ഔട്ട് ആയി. നമ്മൾ ഈ പ്രൊജക്ട് ലോഞ്ച് ചെയ്ത തന്നെ ജനുവരിയിലായിരുന്നു. അപ്പൊ അത്രയും ഫാസ്റ്റ് സെല്ലിങ്ങും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമ്മൾ ഈ phase 2 നമ്മൾ ഓഗസ്റ്റ് 30th ലോഞ്ച് ചെയ്തത്. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ 860 യൂണിറ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് 60% സോൾഡ് ഔട്ട് ആയി. ഇത്ര ടൈം ഉണ്ടല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് phase 1 phase 2 നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ സ്പേസ് ഒരു 6.5 acres ഓപ്പൺ ആണ്. അപ്പൊ അതില് നമ്മള് ഓൾറെഡി നമ്മുടെ അമ്യൂണിറ്റീസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടവർ ടു ടവർ ഡിസ്റ്റൻസ്, അതായത് ഈ ഓപ്പോസിറ്റ് ടവറിലോട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 486 feet ആണ്. അപ്പോ മാക്സിമം നമുക്ക് ലൈറ്റ് ആൻഡ് വെന്റിലേഷന്റെ കിട്ടും സ്പേസ് വരും. പിന്നെ ഒരു ഫ്ലോറിൽ നമുക്ക് 4 apartments വരുന്നുള്ളൂ. പിന്നെ 4 lifts വരുന്നുണ്ട്. അതിൽ കോമൺ വാൾസ് ഇല്ല. ഇതെല്ലാം മോണോലിത്തിക്കൽ സ്ട്രക്ചർ തന്നെ. നമ്മളെ ക്വാളിറ്റി എങ്ങനെ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന അതിന്റെ
ഒരു എക്സ്പീരിയൻസ് സെന്ററും നമുക്കുണ്ട്. ഇത് കോൺക്രീറ്റ് വാൾസ് ആണോ? മൈവൺ ടെക്നോളജി ആണ് വരുന്നത്. പിന്നെ ക്ലബ് ഹൗസിന്റെ മിനിയേച്ചറും നമുക്ക് ഇവിടെ ഉണ്ട്. 7 acres വരുന്ന 2.5. ഇപ്പൊ ഇതിൽ ക്ലബ് ഹൗസ് ഇല്ല, ക്ലബ് ഹൗസ് ഇനി സെപ്പറേറ്റ് ആയിട്ട് അത്രയും ഏരിയ. ക്ലബ് ഹൗസിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്, പിന്നെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ പൂൾ വരുന്നുണ്ട്, പിന്നെ ജിമ്മ്, സ്ക്വാഷ് കോർട്ട് വരുന്നുണ്ട്, ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതുവരെ ഇല്ലാത്തൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗളിംഗ് ഏരിയ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കൂടിയിട്ടല്ല 2.5 square feet. അപ്പൊ അതിൽ കിഡ്സ് പ്ലേ ഏരിയ വരുന്നുണ്ട്, ക്രഷ് വരുന്നുണ്ട്, ഓഡിറ്റോറിയം വരുന്നുണ്ട്. നമുക്ക് പിന്നെ 100 കാർ പാർക്കിംഗ് വരുന്നുണ്ട് ഈ ക്ലബ് ഹൗസിൽ തന്നെ. അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ തിയേറ്റർ വരുന്നുണ്ട്, ഇപ്പൊ ലൈവ് മാച്ചസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ പിന്നെ കിഡ്സ് പ്ലേ ഏരിയ ഇതെല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. സോ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മളെ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ഇപ്പോൾ യു നെയിം ഇറ്റ്, അതാണ് നമ്മൾ പറയാ. സോ ഇതാണ് നമ്മളുടെ മാസ്റ്റർ പ്ലാൻ വരുന്നത് 100 acresന്റെ. സോ ഇവിടെ കൊമേഴ്ഷ്യൽ സ്പേസ് വരുന്നത് നമ്മളെ മെയിൻ എൻട്രൻസ് വരും. ഇത് phase 1, ഇത് phase 2 വരും. ഇതാണ് നമ്മുടെ ക്ലബ് ഹൗസിന്റെ പോർഷൻ വരുന്നത് 7 acresൽ. പിന്നെ phase 3, phase 4, phase 5 ഇത് ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ആണ്. ഈ ക്ലബ് ഹൗസും ഇതിന്റെ കൂടെ ഇത് phase 1ഉം phase 2ന്റെ കൂടെ ക്ലബ് ഹൗസ് വരും. ആസ് പെർ ഡേറ്റ് phase 2ന്റെ 2030 ആണെങ്കിലും നമുക്ക് ഈ പ്രൊജക്ട് എന്തായാലും phase 1, phase 2 ടുഗദർ നമുക്കൊരു 29 മിഡ് ആകുമ്പോൾ കംപ്ലീറ്റ് ആവും, ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ മിനിയേച്ചറും അതുപോലെ മാസ്റ്റർ പ്ലാനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് മോക്കപ്പ് ഫ്ലാറ്റ് പോയി കാണാം. അതില് 2 മോക്കപ്പ് ഫ്ലാറ്റ് ഉണ്ട്. ഒന്ന് 1956ന്റെ 3 BHK, പിന്നെ 2060യുടെ 4 BHK. ഇത് നമ്മൾ മോക്കപ്പ് ഫ്ലാറ്റ് കാണാൻ പോകുന്ന വഴിയിൽ കണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താണ് ആക്ച്വലി? ഇത് ആക്ച്വലി നമ്മൾ എക്സ്പീരിയൻസ് സെന്റർ ആണ്. നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോലിത്തിക്കൽ സ്ട്രക്ചർ. നമ്മൾ നോർമലി കെട്ടുന്ന മൈവൺ, അപ്പൊ അതിൽ സ്റ്റീൽ ഫ്രെയിംസിൽ അയൺ റോഡ്സ് വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ഫിൽ ചെയ്യുന്നത് സിംഗിൾ സ്ട്രക്ചർ ആയിട്ട്. ഇത് അതിന്റെ ഫോം വർക്ക് ആവില്ല? അതിന്റെ ഫോം വർക്ക്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് മദർ സ്ലാബ് വരും. അപ്പൊ നമ്മളെ ഫ്ലോറിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ലെവൽ സ്ക്രീഡിങ് വരും, പിന്നെ അത് കഴിഞ്ഞ് അഡിസീവ് ടൈലിംഗ് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൈലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 6x4 ടൈലാണ്. പിന്നെ അതിൽ ഗ്രൗട്ടിങ് വരും. ഇപ്പോൾ നമ്മളെ വോൾ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മദർ സ്ലാബ് കഴിഞ്ഞാൽ പിന്നെ ജിപ്സം ബോണ്ടിങ് ഏജന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് വരുന്നത്, പിന്നെ നമുക്ക് വാൾ പുട്ടി വരും, പിന്നെ പ്രൈമർ, പെയിന്റ്. മുകളിൽ കാണുന്നതാണ് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 10 feet ആണ്, സീലിംഗ് ഹൈറ്റ്. ഓക്കെ, ക്ലിയർ 10 ആണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ കൊടുത്തിട്ടുള്ള എക്സ്റ്റേണൽ ഏരിയാസിലെല്ലാം ടെക്സ്റ്റേർഡ് പെയിന്റിംഗ് ആയിരിക്കും. പിന്നെ നമ്മളെ ടൈലിങ്ങിന് ഇവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുള്ള കാണാം. മദർ സ്ലാബിന്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫിങ് വരും, പിന്നെ പ്രൊട്ടക്റ്റീവ് സ്ക്രീഡ് വരുന്നുണ്ട്, പിന്നെ ടൈൽ അഡിസീവ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആന്റി സ്കിഡ് ടൈലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗ്രാനൈറ്റ് കൂപ്പിംഗ് വരും. ഇതാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. ഇത് വെർട്ടിക്കൽ ആണ്, അപ്പോൾ കിഡ്സ് കനോട്ട് ക്ലൈംബ് ഓൺ ഇറ്റ്. അതായത് മെയിൻ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ടേക്കൺ കെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ കോമൺ പോഡിയം ലെവലിൽ കാണിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് വരും, ബേസ്മെന്റ് ടോപ്പ്. പിന്നെ നമ്മൾ 20 mm അഗ്രിഗേറ്റ്സ് വരും. പിന്നെ അതിൽ ജിയോ ടെക്സ്റ്റൈൽ മെഷ് വരും. പിന്നെ 6 mm അഗ്രിഗേറ്റ്സ് അഗൈൻ. പിന്നെ അതിൻ്റെ മുകളിൽ പേവേഴ്സ് വരുന്നു. അപ്പോൾ ഈ പേവേഴ്സിന് പകരം നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സോക്കർ ഡ്രെയിൻ വരും. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള. ഇതാണ് നമ്മളെ പോഡിയം ഏരിയാസ്. ഈ ബാത്റൂമിന്റെ ഇതേപോലെ തന്നെ നമുക്ക് 4 ലെയേഴ്സ് കാണാൻ പറ്റും. അതായത് മദർ സ്ലാബ്, പിന്നെ വാട്ടർ പ്രൂഫിംഗ് വരും, പിന്നെ പ്രൊട്ടക്റ്റീവ് സ്ക്രീഡ് വരും, പിന്നെ അഡിസീവ് ടൈൽ. അത് കഴിഞ്ഞാണ് ടൈലിംഗ് ചെയ്യുന്നത്. പിന്നെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ, പിന്നെ നമ്മൾ ഗ്രാനൈറ്റ് കൂപ്പിംഗ് വെച്ചിട്ട് സെപ്പറേഷൻ വരുന്നുണ്ട്. നമ്മളിതിൽ ഉപയോഗിച്ചുള്ള ഫിറ്റിംഗ്സ് എല്ലാം അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളെ കാർ പാർക്കിങ്ങിൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 15x8 ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 19x8 ആണ് സൈസ് വരുന്നത്. 19x8 ആണ് നമ്മളെ സൈസ് കൊടുത്തത്. നല്ല സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബിഗർ SUV നമുക്ക് ഈസി ആയിട്ട്, കാരണം ഇതൊരു വില്ല മേക്കിംഗ് ബിൽഡർ ആയതുകൊണ്ട് സോ ആ ഒരു അതിന്റെ കുറെ അഡ്വാൻറ്റേജസ് ഇതിൽ ആഡ് ഓൺ ആയിട്ട്. ഇവിടെ നിന്നാണ് നമ്മളെ അപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വിസിറ്റബിൾ ഏരിയ എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഷൂ റാക്ക്, അതുപോലെ വേണമെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മെയിൻ ഡോർ എൻട്രൻസ് വരുന്നത്. ഡോറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 feet ആണ് വരുന്നത്. വിഡ്ത്തും നല്ല വിഡ്ത്താണ്. അപ്പൊ നമ്മൾ മെയിൻ ഡോർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു ഫോയർ സ്പേസിലേക്കാണ്. ലോങ് ആയിട്ടുള്ള ഒരു ഫോയർ സ്പേസ് തന്നെയാണ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. നല്ല സൈസിലൊരു കോമൺ ടോയ്ലറ്റ് ആണ്. ടൈര് വെറ്റീരിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്.
ഫോയർ സ്പേസ് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ ലിവിംഗ് ഏരിയൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബട്ടർഫ്ലൈ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് വിങ്ങിൽ ബെഡ്റൂംസ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് കം ഡൈനിങ് കൺസെപ്റ്റിലാണ് ഈ ലിവിംഗും ഡൈനിങ്ങും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഡയറക്റ്റ് ഒരു ബാൽക്കണിയിലേക്ക് എൻട്രി വരുന്നുണ്ട്. ലിവിംഗിന്നും ഡൈനിങ്ങും ഒരുപോലെ എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ലോങ് ബാൽക്കണിയാണ്. ലിവിംഗിന്നും ഡൈനിങ്ങിന്നും നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സൈസിലൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൽ ഫ്ലോറിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഫ്ലോറിംഗ് കൊടുത്തിട്ടുള്ള 6x4 സൈസിലാണ്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ബാൽക്കണിയാണ്. ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പൊ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെഡ്റൂംസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം 1 അഡ്ജസ്റ്റന്റ് ആയിട്ട് ഒരു കിഡ്സ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടോയ്ലറ്റ് ആണ് ഈ വരുന്നത്. ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വിൻഡോ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെന്റിലേഷനും ലൈറ്റും കിട്ടുന്നതാണ്. ഈ ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. ഓപ്പൺ കിച്ചണിന് കൂടാതെ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ വരുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രി ആണ് വരുന്നത്. ഇവിടെ വാഷിംഗ് മെഷീനും ലോണ്ടറിക്കും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ 4 BHK ആണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് 4 BHK സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 BHK എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഷൂറാക്ക് അതുപോലെ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കൊറിഡോർ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൽ നിന്ന് നേരെ എൻ്റർ ചെയ്യുന്ന ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഫോയർ സ്പേസിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂം അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റൂം. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫോയർ സ്പേസിലേക്കാണ് വരുന്നത്. ഫോയർ സ്പേസിൽ നിന്ന് നേരെ ലിവിങ് ഏരിയയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഈ ലിവിങ് ഏരിയൻ്റെ രണ്ട് സൈഡിലായിട്ട് ബട്ടർഫ്ലൈ കൺസെപ്റ്റിലാണ് ബെഡ്റൂംസ് കൊടുത്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം അവിടെയാണ് വരുന്നത്. അടുത്ത ബെഡ്റൂം 2 ബെഡ്റൂമുകൾ ഇവിടെയാണ് വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്. ഫസ്റ്റ് ബെഡ്റൂം അത് കഴിഞ്ഞ് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കോമൺ ടോയ്ലറ്റ്. കോമൺ ടോയ്ലറ്റിൽ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ടോയ്ലറ്റ്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ലിവിങ് ഏരിയയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഇത് ലിവിങ് ഏരിയ മാത്രമല്ല ഡൈനിങ് കം ലിവിങ് ഏരിയ എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങെന്നും അതുപോലെ ലിവിങ് ഏരിയയിൽ ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക് എൻട്രി ഉണ്ട്. ഇവിടെ ഒരു എൻട്രി ഉണ്ട്, അവിടെ ഒരു എൻട്രി ഉണ്ട്, ഇവിടെ ഒരു എൻട്രി ഉണ്ട്. കൂടാതെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഒരു എൻട്രി ഉണ്ട്. വാക്ക് അറൗണ്ട് കൺസെപ്റ്റിലാണ് ഈ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ഇതാണ് ബാൽക്കണി. ഈ ബാൽക്കണിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എൽ ഷേപ്പിൽ നമുക്ക് ഇത്രയും വലിയൊരു ബാൽക്കണിയാണ്. ഇത് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇതിലേക്കും എൻ്റർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഈ ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും ഒക്കെ പ്രൈവസി കിട്ടുന്ന രീതിയിൽ സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഒരു വലിയ മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ മാസ്റ്റർ ബെഡ്റൂം വലുതാണെന്ന് മാത്രമല്ല വാക്കിംഗ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണി വരുന്നുണ്ട്. നമ്മൾ 3 BHK വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂം മാത്രമല്ല എക്സ്ട്രാ കിട്ടുന്നത്. ഈ വാക്കിംഗ് ക്ലോസറ്റ് ഉണ്ടാവും. ഈ വാക്ക് അറൗണ്ട് ബാൽക്കണി കൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്റൂമും എക്സ്ട്രാ വരുന്നുണ്ട്. ഇതാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിലെ ടോയ്ലറ്റ്. നല്ല സൈസുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ഓപ്പൺ കിച്ചണാണ്. ഇതാണ് ഓപ്പൺ കിച്ചൺ. അതിൽ നിന്ന് ഒരു വർക്കിംഗ് കിച്ചണായിട്ട് ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നുണ്ട്. ഈ വർക്കിംഗ് കിച്ചണിന് ഒരു യൂട്ടിലിറ്റി റൂമും വരുന്നുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരു ലോണ്ടറി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വലിയൊരു ടൗൺഷിപ്പ് പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനോ
അതും അല്ലെങ്കിൽ ബുക്ക് ചെയ്യാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബൈ.